മീൻ വില വല്ലാതെ ഉയരുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മളാകട്ടെ ഊണിന് മീൻ നിർബന്ധമുള്ള ആളുകളുമാണ്. പക്ഷേ ഏറ്റവും സാധാരണക്കാരൻ തുടങ്ങി ഏറ്റവും പണക്കാരൻ വരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മീനുകൾ, മത്തിയും അയലയും പോലെയുള്ള ചെറിയ മീനുകൾ, ഇതിനൊക്കെ വലിയ തോതിൽ കുതിച്ചു വരികയാണ് വില. മത്സ്യലഭ്യത കുറയുകയാണ്, വില കുത്തനെ കൂടുകയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മത്സ്യവ്യാപാര മേഖല പ്രതിസന്ധിയിലായതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ നൽകിയത്. നമുക്ക് ഡീറ്റെയിൽഡായി ഒന്ന് അവരുടെ അടുത്തേക്ക് പോയി വരാം. ട്രോളിംഗ് നിരോധനം കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു മാസം പിന്നിട്ട് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട പണം സംസ്ഥാന സർക്കാർ നൽകാറുണ്ട്. പക്ഷെ അത് ഇതുവരെയും നൽകിയിട്ടില്ല. അതിലും പ്രതിഷേധം ഉയരുകയാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അനഘ, വലിയ കഷ്ടത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ വാർത്ത കേൾക്കുന്ന പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒപ്പം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യലഭ്യത തന്നെ കുറഞ്ഞിരിക്കുകയാണ്. ഈ വില കൂടിയ മത്സ്യം വാങ്ങാൻ ആൾ വരാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാകുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പുതിയാപ്പ ഹാർബറിലാണ്. ഈ ഹാർബറിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവിടെയുള്ള ഈ ബോട്ട് ഇതൊക്കെ ഈ ട്രോളിംഗ് നിരോധനമായതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 300ഓളം, ഈ വലിയ ബോട്ടും ചെറിയ ബോട്ടും ഒക്കെയായി 300ഓളം ഇത്തരത്തിൽ ബോട്ടുകൾ ഈ ഹാർബറിലുണ്ട്. ഇവരൊക്കെ തന്നെ ഈ ബോട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ മത്സ്യത്തൊഴിലാളികളും ഉണ്ട്. അവരൊക്കെ തന്നെ ഈ ട്രോളിംഗ് നിരോധനം ഈ ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം തുടങ്ങിയത്. അതിനുശേഷം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം കടന്നു പോകുന്നത് എന്നതാണ്. അതായത് ഈ സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അതൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതായത് സർക്കാരിൽ നിന്ന് കഴിഞ്ഞ തവണയൊക്കെ തന്നെ സൗജന്യ റേഷൻ ലഭിച്ചിരുന്നു. അത് ഇത്തവണ ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തുക സർക്കാരിൽ നിന്ന് നൽകാറുണ്ടായിരുന്നു. ആ തുകയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ട്രോളിംഗ് നിരോധനം തുടങ്ങി ഒരു മാസം കഴിയാറായിട്ടും ഒരു ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം, എന്താണ് നിങ്ങൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ വറുതിയുടെ കാലം തന്നെയാണ്. അതായത് ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 10-14 ദിവസമായിട്ട് ഈ കാണുന്ന കാലാവസ്ഥ തന്നെയാണ്. ഹാർബറിന്റെ പുറത്ത് പോകാൻ പറ്റണില്ല. പിന്നെ സർക്കാർ നിലപാടിലൊന്നും ഒരു സഹായം കിട്ടണില്ല. ഇതെല്ലാം തന്നെ പ്രതിസന്ധി. അതായത് സർക്കാർ സൗജന്യമായിട്ട് അരി വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ വർഷവും സൗജന്യമായിട്ട് അരി വിതരണം ചെയ്യുന്നു, TV-യിൽ ഇങ്ങനെ കാട്ടും. ഞങ്ങൾക്കൊന്നും കിട്ടില്ല. ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. എങ്ങനെയാണ് നിങ്ങളൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ കടുക്ക എരുന്തൊക്കെ പറിച്ച് 100-150-200 ഉറുപ്പിക വിറ്റിട്ടാണ് കുടുംബം കഴിയണത്. അത് തന്നെയാണ് വീണ. അതായത് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ്. അതായത് ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം അത് കടലിൽ പോയി മത്സ്യം വിറ്റ് ലഭിക്കുന്ന വരുമാനമാണ്. അതാണ് ഈ ട്രോളിംഗ് നിരോധനത്തിൽ ഇപ്പോൾ നിലവിൽ ഇല്ലാതായിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ്ങാവേണ്ട, അവരെ കൈപിടിച്ചുയർത്തേണ്ട സർക്കാരാണ്. പക്ഷെ സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു രീതിയിലൂടെ ഇടപെടലും നടത്തുന്നില്ല എന്നതാണ് വസ്തുത. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർക്ക് ലഭിക്കേണ്ട, അതായത് ഇവർക്ക് അർഹതപ്പെട്ടതാണ് ഈ സൗജന്യ റേഷൻ. അതുപോലും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ്. മറ്റൊന്ന്, ഇവർ നൽകുന്ന, അതായത് ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധന സമയത്ത് ഇവർക്ക് ആശ്വാസമായി സർക്കാർ ഒരു തുക നൽകേണ്ടതുണ്ട്. ഇതിനവരും അത്തരത്തിൽ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ക്ഷേമനിധിയിലേക്ക് ഇവരും തുക നൽകാറുണ്ട്. ആ തുകയൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധന സമയത്താണ് ഇവർക്ക് ആ തുക നൽകേണ്ടത്. പക്ഷെ ഈ സമയമായിട്ട് പോലും സർക്കാർ ആ തുക നൽകിയിട്ടില്ല. അങ്ങനെ ഏറ്റവും അധികം വറുതിയുടെ കാലങ്ങളിലേക്കാണ് ഇവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഓരോ മത്സ്യത്തൊഴിലാളികളുടെയും വീട്ടുകളിൽ കുടുംബമുണ്ട്. അവരൊക്കെ തന്നെ വലിയ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവർ നിരന്തരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇവരുടെ കാര്യത്തിൽ വേണ്ട ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. വീണ, ശരി അനഘ, സർക്കാരിൻ്റെ നടപടി കൂടി ഇല്ലാതാകുന്നതോടെയാണ്, അല്ലെങ്കിൽ സർക്കാർ കൂടി കൈവിടുന്നതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ, മത്സ്യവ്യാപാര മേഖല ഒക്കെയും ആകെ പ്രതിസന്ധിയിലായി പോകുന്നു. അതേസമയം ഈ വാർത്ത കേട്ട നമുക്കും പൊതുജനങ്ങൾക്കുമൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന, പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കുന്നവരല്ല എല്ലാവരും. നമുക്കറിയാം, മീന് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മീൻ എന്ന് പറയുന്നൊരു ദിവസേന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് നമ്മൾ എന്തായാലും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്ര കണ്ടങ്ങനെ ഉയരാറില്ല.
നോക്കാം എന്തെങ്കിലുമൊക്കെ ഇടപെടൽ ഈ മത്സ്യബന്ധന മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലെങ്കിലും സർക്കാർ ഉണ്ടാകുമോ എന്ന്.